എല്ലാവർക്കും ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ലോൺ എടുക്കുന്നതിനെ കുറിച്ചല്ല, എന്നാൽ ലോണുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ചാണ്. നാട്ടിലൊരു വീട് വെക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടുമോ, അതോ ബാങ്ക് നിങ്ങളെ തിരിച്ചയക്കുമോ? ഇനി ലോൺ കിട്ടിയാൽ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുമോ, അതോ കൂട്ടുപലിശ കൊടുക്കേണ്ടി വരുമോ? ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ആ 3 അക്ക നമ്പറാണ്, അതായത് സിബിൽ സ്കോർ. പല പ്രവാസികളും കരുതുന്നത് ഇന്ത്യയിൽ ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനു പേടിക്കണമെന്നാണ്. പക്ഷെ ആ ധാരണയാണ് ഏറ്റവും വലിയ അപകടം. നിങ്ങളുടെ സിബിൽ സ്കോറിനെ നിശബ്ദമായി കൊല്ലുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം മറന്നുപോയ ക്രെഡിറ്റ് കാർഡുകളാണ്. നിങ്ങളിൽ എത്ര പേർ നാട്ടിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്? വിദേശത്തേക്ക് പോകുന്ന തിരക്കിൽ പലരും ആ കാർഡ് ക്ലോസ് ചെയ്യാൻ മറന്നു പോകും. ഉപയോഗിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനു പണം അടയ്ക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ബാങ്കുകൾ ആ കാർഡിന് ആനുവൽ ഫീസും ചാർജും ഇട്ടുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ 500 1000 രൂപയോ ഉണ്ടാകും. പക്ഷേ മാസാവസാനം ഇത് അടയ്ക്കാത്ത കുടിശ്ശികയായി സിബിലിൽ രേഖപ്പെടുത്തും. നിങ്ങൾ നാട്ടിലെ സിം കാർഡ് മാറ്റിയിട്ടുണ്ടാകും, അതുകൊണ്ട് ബാങ്കിന്റെ മെസ്സേജുകൾ കാണില്ല. വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിൽ ലോണിന് ചെല്ലുമ്പോഴാണ് ഈ ചെറിയ തുക കാരണം സ്കോർ ആകെ തകർന്നു എന്നറിയുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പണം തിരിച്ചടയ്ക്കാത്ത ഒരാളാണ്, അല്ലാതെ മറന്നുപോയ പ്രവാസിയല്ല. രണ്ടാമത്തെ വില്ലൻ ജോയിന്റ് ലോണുകളും ജാമ്യം നിൽക്കലുകളുമാണ്. നമ്മൾ മലയാളികൾക്ക് കുറച്ച് സ്നേഹം കൂടുതലാണ്. സഹോദരനോ ബന്ധുവിനോ ലോൺ എടുക്കുമ്പോൾ നമ്മൾ അങ്ങ് ജാമ്യം നിൽക്കും, അല്ലെങ്കിൽ ലോണിൽ പേര് ചേർക്കും. അന്ന് അതൊരു സഹായമാണ്, പക്ഷെ പിന്നീട് അവർ എപ്പോഴെങ്കിലും ഒരു തവണ അടവ് മുടക്കിയാൽ പണി കിട്ടുന്നത് നിങ്ങൾക്കാണ്. പണം തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കും കൂടിയുണ്ട് എന്നാണ് നിയമം. അവർ അടവ് മുടക്കിയാൽ നിങ്ങളുടെ സിബിൽ സ്കോർ താഴോട്ട് പോകും. നിങ്ങൾ കൃത്യമായി പണം അയക്കുന്ന ആളാണെങ്കിലും കാര്യമില്ല, റെക്കോർഡിൽ നിങ്ങൾ ഡിഫോൾട്ടർ ആണ്. മൂന്നാമത്തെ കാര്യം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് BNPL അഥവാ ബൈ നൗ പേ ലേറ്റ് ആപ്പുകൾ. ഓൺലൈനിൽ സാധനം വാങ്ങുമ്പോൾ പേ ലേറ്റർ ഓപ്ഷൻ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. 3000 5000 ഒക്കെ ആകും തുക. നാട്ടിലെ അക്കൗണ്ടിൽ പണമില്ലാത്തത് കൊണ്ട് ഒരു തവണ ഓട്ടോ ഡെബിറ്റ് മുടങ്ങിയെന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തായതുകൊണ്ട് മെസ്സേജ് കണ്ടില്ലെന്ന് വരിക. ഒരു ദിവസത്തെ താമസമാണെങ്കിൽ പോലും അത് റിപ്പോർട്ടിൽ വരും. ചെറിയ തുകയല്ലേ എന്ന് കരുതി തള്ളിക്കളയരുത്. ഇത്തരം ചെറിയ തെറ്റുകളാണ് പിന്നീട് വലിയ ലോണുകൾ നിഷേധിക്കപ്പെടാനുള്ള കാരണം. നാട്ടിലുള്ളവർക്ക് ബാങ്കിൽ നിന്ന് വിളി വരും, ഓർമ്മപ്പെടുത്തലുകൾ കിട്ടും. പക്ഷെ പ്രവാസികൾക്ക് ഇതൊന്നും കിട്ടില്ല. അവസാനം വീട് പണിയാനോ മക്കളുടെ പഠനത്തിനോ ലോൺ വേണ്ടി വരുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോയെന്നറിയുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ 3 കാര്യങ്ങൾ ചെയ്യുക. 1. വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കുക. 2. ഉപയോഗിക്കാത്ത പഴയ ക്രെഡിറ്റ് കാർഡുകൾ ബാങ്കുമായി സംസാരിച്ച് രേഖാമൂലം തന്നെ ക്ലോസ് ചെയ്യുക. 3. മറ്റാർക്കെങ്കിലും വേണ്ടി ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അടയ്ക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വരുമാനം വിദേശത്താണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ മിക്കവാറും കേരളത്തിലാകും. അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതറിയാത്ത ഒരു പ്രവാസി സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടാവും. അവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വിദഗ്ധരുമായി ചർച്ച ചെയ്യണം.